എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ ജീവിതം ഇപ്പൊ എങ്ങനെയെന്നാൽ രാവിലെ എഴുന്നേറ്റാൽ കുടിക്കുന്ന ചായ മുതൽ രാത്രിയിലെ കറന്റ് ബില്ല് വരെ എല്ലാം UPI വഴി ആയിക്കഴിഞ്ഞു, അല്ലേ? ഗൂഗിൾ പേ ഉണ്ടോ എന്ന ചോദ്യമില്ലാത്ത ഒരിടവും ഇപ്പൊ കേരളത്തിലില്ല. പക്ഷേ ശ്രദ്ധിക്കുക, ഈ 2026-ൽ നിങ്ങൾ ചെയ്യുന്ന ചെറിയൊരു UPI മിസ്റ്റേക്ക് കാരണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പൂട്ടാനോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 8ന്റെ പണി കിട്ടാനോ സാധ്യതയുണ്ട്. ബി കെയർഫുൾ ഗൈസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പോക്കറ്റ് ചോരാതെ കാക്കുന്ന 10 പ്രധാനപ്പെട്ട UPI മാറ്റങ്ങളാണ്. ഒരൊറ്റ സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ കാണുക. ദ 10 ഗോൾഡൻ റൂൾസ്. ഡെയിലി ലിമിറ്റ് അറിഞ്ഞ് ചിലവാക്കാം. ആദ്യത്തെ കാര്യം ഡെയിലി ലിമിറ്റാണ്. സാധാരണ നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്കോ ഫ്രണ്ട്സിനോ പണം അയക്കുമ്പോൾ ഒരു ദിവസം പരമാവധി 1 ലക്ഷം രൂപ മാത്രമേ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റൂ. എന്റെ പൈസ എനിക്കിഷ്ടമുള്ളത്ര അയക്കും എന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. സെക്യൂരിറ്റി കാരണങ്ങളാൽ കൊണ്ടുവന്ന റൂളാണിത്. എന്നാൽ ഒരു സന്തോഷവാർത്തയുണ്ട്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ്, ടാക്സ് പേയ്മെന്റ്സ്, പിന്നെ ലോൺ EMI തുടങ്ങിയ അത്യാവശ്യ കാര്യങ്ങൾക്കായി ഈ ലിമിറ്റ് 5 ലക്ഷം രൂപ വരെ കൂട്ടിയിട്ടുണ്ട്. സോ വലിയ എമൗണ്ടുകൾ പേ ചെയ്യുമ്പോൾ ഇനി ടെൻഷൻ വേണ്ട. കൂളിംഗ് പീരിയഡ്. പുതിയ അക്കൗണ്ടാണോ? ഇപ്പം നിങ്ങളൊരു പുതിയ UPI ID ക്രിയേറ്റ് ചെയ്താലോ അല്ലെങ്കിൽ പുതിയ ഫോണിലേക്ക് മാറിയാലോ ആദ്യത്തെ 24 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾക്ക് 5000 രൂപയിൽ കൂടുതൽ അയക്കാൻ പറ്റില്ല. ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കരുത്. നിങ്ങളുടെ ഫോൺ മോഷ്ടിക്കപ്പെട്ടാലോ മറ്റോ പെട്ടെന്ന് വലിയ തുക നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സേഫ്റ്റി ലോക്കാണിത്. ദ 20,000 rupees ക്യാഷ് റൂൾ. പണി വരുന്നുണ്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇൻകം ടാക്സ് ഇപ്പം ഭയങ്കര സ്ട്രിക്റ്റാണ്. ആർക്കെങ്കിലും കടം കൊടുക്കാനോ തിരിച്ചു വാങ്ങാനോ ഉണ്ടെങ്കിൽ അത് 20,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ദയവ് ചെയ്ത് ക്യാഷായി കൊടുക്കരുത്. പകരം UPI ചെയ്യുക. കാരണം ക്യാഷ് ഇടപാടുകൾക്ക് വലിയ പെനാൽറ്റി വരാൻ സാധ്യതയുണ്ട്. ലോൺ പ്രൂഫ്. തെളിവ് കയ്യിലിരിക്കട്ടെ. പണ്ട് നമ്മൾ ഫ്രണ്ട്സിനോട് കയ്യിൽ കിട്ടുന്ന പൈസ കടം വാങ്ങുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ലോൺ വാങ്ങുമ്പോൾ കൃത്യമായ ഡിജിറ്റൽ പ്രൂഫ് വേണം. UPI വഴി ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ തെളിവായി ഉണ്ടാകും. നാളെ ഈ പൈസ എവിടുന്ന് വന്നു എന്നാരെങ്കിലും ചോദിച്ചാൽ കൂളായി കാണിച്ചു കൊടുക്കാം. GST ആൻഡ് ബിസിനസ് മോണിറ്ററിംഗ്. വ്യാപാരികൾ ശ്രദ്ധിക്കുക. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഓരോ UPI ട്രാൻസാക്ഷനും GST ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിച്ചുണ്ടാകും. ഇതൊക്കെ എന്റെ പേഴ്സണൽ ഇടപാടാണ് എന്ന് പറഞ്ഞ് ഇനി രക്ഷപ്പെടാൻ പറ്റില്ല. കൃത്യമായ കണക്കില്ലെങ്കിൽ നോട്ടീസ് വരാൻ ചാൻസ് കൂടുതലാണ്. സോ ബി പ്രൊഫഷണൽ. ഗിഫ്റ്റ് റൂൾ. 10,000 രൂപ കടന്നാൽ ടാക്സ്. ഒരു വർഷം നിങ്ങളുടെ ബന്ധുക്കളല്ലാത്തവരിൽ നിന്ന് UPI വഴി കിട്ടുന്ന ഗിഫ്റ്റുകൾ മൊത്തം 10,000 രൂപയ്ക്ക് മുകളിൽ പോയാൽ അതിന് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടി വരും. വെറുതെ തന്നതാണ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ഓഫീസർ സമ്മതിച്ചു തരില്ല. ക്യാഷ് ബാക്ക് ടാക്സ്. ഫ്രീ ആയി കിട്ടുന്നതിനും ഒരു കണ്ണുണ്ടാകും. നമുക്കെല്ലാവർക്കും ക്യാഷ് ബാക്ക് കിട്ടുന്നത് വലിയ ഇഷ്ടമാണ്. എന്നാൽ നിങ്ങൾ വലിയ രീതിയിൽ ക്യാഷ് ബാക്കും റിവാർഡ്സും നേടുന്ന ആളാണെങ്കിൽ അതും നിങ്ങളുടെ വരുമാനമായി കണക്കാക്കി ടാക്സ് പരിധിയിൽ വരാൻ സാധ്യതയുണ്ട്. ചെറിയ തുകകൾക്ക് കുഴപ്പമില്ല, പക്ഷേ വലിയ ലാഭം കിട്ടുന്നവർ ശ്രദ്ധിക്കുക. PF വിത്ഡ്രോവൽ അപ്ഡേറ്റ്. ഇപ്പോൾ നിങ്ങളുടെ PF പണം ചെക്ക് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും UPI പ്ലാറ്റ്ഫോമിൽ തന്നെ പുതിയ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇത് സംഗതി വളരെ സിമ്പിൾ ആൻഡ് ഫാസ്റ്റാണ്. അവസാനമായി ഒരു കാര്യം. നിങ്ങൾ കുറേ കാലമായി ഉപയോഗിക്കാത്ത സിം കാർഡുകൾ ഓട്ടോമാറ്റിക്കായി ഡീആക്ടിവേറ്റ് ആയാൽ അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള UPI അക്കൗണ്ടും പൂട്ടും. സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള ഈ മാറ്റം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തിനാണ് നമ്മൾ ഈ റൂൾസൊക്കെ പാലിക്കുന്നത്? സിമ്പിളാണ്. അനാവശ്യമായ ഇൻകം ടാക്സ് പെനാൽറ്റികൾ, ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവുക തുടങ്ങിയ തലവേദനകൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. UPI വെറുതെ പൈസ അയക്കാൻ മാത്രമല്ല, ബുദ്ധിപൂർവ്വം ഉപയോഗിക്കേണ്ട ഒരു ഫിനാൻഷ്യൽ ടൂൾ കൂടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തേക്കുക. അവർക്കും പണി കിട്ടാതിരിക്കട്ടെ. കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.